മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതിന്റെ ഒരു ചെറിയ വിഷമം. അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ ആളായിരുന്നോ ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. എന്താ പറയുക, എനിക്കൊരാൾ സ്നേഹത്തോടെ ഒരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെ പറ്റി ഓർക്കാറുണ്ട്. അവർക്ക് എന്നും നന്ദിയുള്ളവളായിട്ട് തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയാണ് ഇന്നത്തെ വിഷയം. ഈ പറയുമല്ലോ, പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചു എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ രേണുസുതി കാണിച്ചിരിക്കുന്നത്. രേണുസുതിക്ക് കയറിക്കിടക്കാൻ സ്വന്തമായ ഒരു വീടില്ല എന്നറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു ബിഷപ്പ് വസ്തു ദാനമായിട്ട് കൊടുക്കുന്നു. ആ വസ്തുവിൽ വീട് വെച്ച് കൊടുക്കാനായിട്ട് KHDEC എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് സംഘടന മുന്നിലേക്ക് വരുന്നു. ആ ഗ്രൂപ്പാണ് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നത്. ആ വീടിനെ പറ്റി, അതായത് ഇപ്പോൾ രേണുസുതിയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഇന്റർവ്യൂവിനകത്ത് അവർ പറയുന്നുണ്ട്, ആ വീട് ചോർന്നൊലിക്കുന്നു എന്ന്. അപ്പം ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണ്. നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മുറ്റത്ത് നമുക്ക് ശീതാനം അടിക്കുമല്ലോ, ഇങ്ങോട്ട് ശീതാനം എന്നല്ലേ പറയുന്നത്, വെള്ളം പൊടി പൊടിയായിട്ട് ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലും, അതുപോലെ തന്നെ അപ്പം വർക്ക് ഏരിയ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അടുക്കളയുടെ അവിടേക്കൊക്കെ ഇങ്ങനെ വെള്ളം വരും. ആ ഒരു രീതിയാണ് ഈ രേണുസുതി ഇങ്ങനെ വളച്ചൊടിച്ച് ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായൊരു വസ്തുവോ വീടോ ഒന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ സുതിയോടുള്ള സ്നേഹം കൊണ്ട്, സുതിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു വീടും വസ്തുവും ലഭിക്കുന്നു. ആ വീട് ഒരു വീട് മാത്രമല്ല, അത് ഫുൾ ഫർണിഷ്ഡായി നല്ല, നമ്മൾ കണ്ടതാണ് ആ വീട്. അത്ര നല്ല രീതിയിലൊരു വീടാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ 2 ദിവസം മുമ്പ് കിച്ചു വിട്ട വ്ളോഗിൽ നമ്മൾ കണ്ടതാണ്. വളരെ വിഷമം വരുന്ന രീതിയിലാണ് ആ വ്ളോഗിലൂടെ നമുക്ക് ആ വീട് കാണാൻ സാധിച്ചത്. അത്രമാത്രം വൃത്തിഹീനമായ രീതിയിലാണ് അത് കിടക്കുന്നത്. വെച്ചാൽ ആ കയറി താമസ സമയത്ത് കാണിച്ചിരുന്ന ആ വീഡിയോയും ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. ആ വീടിൻ്റെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ നമുക്കൊരു കൂരയാണെങ്കിൽ പോലും അത് നമ്മൾ എത്രമാത്രം നീറ്റായിട്ട് സൂക്ഷിക്കുന്നു, അതിലിരിക്കുവാണ് കേട്ടോ നമ്മുടെ വീട് സ്വർഗമാവുന്നതും നരകമാവുന്നതും. എന്തായാലും ഈ വീട് പണിഞ്ഞു കൊടുത്ത KHDEC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രേണുവിൻ്റെ ഈ ഒരു ഇന്റർവ്യൂവിൽ, ഈ ഒരു പരാമർശത്തെ തുടർന്ന് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് അവർക്കുണ്ടായത്, എന്താണ് പ്രശ്നങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ TV-കളിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആ വീട് ചോരാൻ തുടങ്ങി, ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഞങ്ങളുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും, ഞങ്ങളുടെ ട്രസ്റ്റിനെ ബാധിക്കും. ഇത്രമാത്രം വിഷമമുണ്ടായിട്ടായിരിക്കണമല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കിച്ചുവിൻ്റെ വ്ളോഗിലുണ്ടായ ആ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കേൾക്കാം. രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുള്ളത്, രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ തീരുമാനം കേട്ടോ. സത്യം പറഞ്ഞാൽ സുധിയുടെ 2 മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അത് സുധി മരിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഇദ്ദേഹം കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പഴയ സ്റ്റോറികളും പഴയ ബുദ്ധിമുട്ടുകളൊക്കെ TV-കളിൽ സ്ക്രോൾ ചെയ്ത് വരാൻ തുടങ്ങി, അഥവാ യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്കിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളും ഒരു തീരുമാനത്തിലെത്തുന്നത്. ഞങ്ങൾ ടിനി ടോമിനെ ഇൻഫോം ചെയ്തു, ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അപ്പോൾ ടിനി എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കണ്ട, നിങ്ങൾ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. 20 lakhs ആണ് അവരന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പല ആൾക്കാരും ശാരീരികമായിട്ടും അതേപോലെ മെറ്റീരിയൽസ് തന്നിട്ടും ആ രീതിയിലൊക്കെയാണ് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുക, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 24-മായിട്ട് സംസാരിച്ചു. ശ്രീകണ്ഠൻ നായർ അതേപോലെ ഞങ്ങളെല്ലാവരും കൂടെ, KS പ്രസാദ്, ടിനി എല്ലാവരും കൂടെ മീറ്റിംഗ് വെച്ചു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വീടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വീടിൻ്റെ ഈ ഒരു തീരുമാനം, അത് അന്നൊരു വീടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, അല്ലാതെ ഫർണിച്ചർ അല്ലെങ്കിൽ മുറ്റത്ത് കല്ലിടുക അല്ലെങ്കിൽ കോമ്പൗണ്ട് വാള് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു വീട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് പ്രകാരം ഡിസൈനും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ ഓഫീസിൽ ചെയ്ത് 3D പ്ലാൻ എല്ലാം വരച്ച് എല്ലാം അപ്രൂവൽ എടുക്കുന്ന ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 6 മാസത്തോളം ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടാതെയൊക്കെ എടുക്കേണ്ടി വന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്രൂവലൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി. എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾക്ക് നല്ലൊരു വീട് നൽകാൻ പറ്റി. ഒരുപാട് ഫർണിച്ചേഴ്സ്,
ഞാൻ പറഞ്ഞ പോലെ തന്നെ TV. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ മറ്റേ നിങ്ങളുടെ കയറി താമസിക്കുന്ന ഹൗസ് വാമിങ്ങിന്റെ ടൈം. നല്ല വീട്, നല്ല വീടാണ്, നല്ല അടിപൊളി വീടാണ്. ഒരാൾ പോലും അതിനെക്കുറിച്ച് മോശം അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ആദ്യമായിട്ട് രേണു ഒരു മോശം അഭിപ്രായം പറയുന്നത്. ഇപ്പോ സത്യത്തില് ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകന് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞങ്ങൾ ആ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. ആ വീടില് ഞാൻ പറഞ്ഞല്ലോ, ഈ ശീതാനം അടിച്ച് വെള്ളം വീഴുന്ന അവസ്ഥ മാറ്റി കൊടുത്തില്ലെങ്കിൽ ആ വീടിന്റെ അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ഷീറ്റ് ഇട്ട് കൊടുക്കണമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കും, നിങ്ങളെ ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന വോയിസ് റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് വരാം. 2-3 തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ വേറെ ആൾ വഴി. ഏത് രീതിയിൽ? ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. എൻ്റെ അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട്. ഇത് ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത് അതോ KHDC എന്ന് പറഞ്ഞ ഗ്രൂപ്പാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു രണ്ടഭിപ്രായം പൊതുവെ ഗ്രൗണ്ടിൽ. നേരത്തെ തന്നെ ഫ്ലവേഴ്സ് ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വാർത്തകളുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല ഇത് KHDC ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് എവിടെയും തുറന്നു പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലവേഴ്സുമായിട്ട് ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കരുതിയിരുന്നത് ഈ വീട് ഇവർക്ക് കൊടുത്തത് ഫ്ലവേഴ്സ് TV ആണ്. അത് ബിഷപ്പ് വസ്തു കൊടുത്തു, അവിടെ ഫ്ലവേഴ്സ് ആണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് ടിനി ടോമുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് 20 ലക്ഷം രൂപ കൊടുക്കാനാണ് അവർ പറയുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞൊരു സംഘടനയാണ്, ഒരു ഗ്രൂപ്പാണ്, ഫേസ്ബുക്ക് കൂട്ടായ്മ പോലൊരു കൂട്ടായ്മയാണ്. ഇതിൽ മെറ്റീരിയൽസ് ഉള്ള ആളുകളുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, അവരുടെ ശാരീരിക അധ്വാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പൈസ ഇപ്പോൾ 20 ലക്ഷം രൂപയായിട്ട് കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ അത്രയും പേയ്മെൻറ്റ് ഒരുമിച്ചില്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല അവർ വീട് വെച്ച് കൊടുക്കും, അതായത് ഫുൾ വർക്കുകൾ ചെയ്ത് കൊടുക്കും. ഒരു വീട് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം അതിന് മെറ്റീരിയൽസ് ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ട്. ഓരോരോ മെറ്റീരിയൽ സിമെൻ്റ് ആണെങ്കിലും മണലാണെങ്കിലും കട്ടയാണെങ്കിലും അതിന് വേണ്ടത് ഇപ്പോൾ പെയിൻ്റ് ആണെങ്കിലും അങ്ങനെ ഓരോരുത്തരുണ്ട്. അത് ചെയ്യാനായിട്ട് മേശരിമാരായാലും ഓരോരോ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ ഇത്രയും ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ പക്ഷേ പേയ്മെൻ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ ഒരു പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ഏറ്റവും വളരെ മനോഹരമായ ഒരു വീടാണ് സത്യം പറഞ്ഞാൽ. ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷേ അവരുടെ വായിൽ നിന്ന് തന്നെ പുതിയൊരു വാർത്ത വീണ് കഴിഞ്ഞു, ഇനി ഒരിക്കലും ആരെയും അവർ സഹായിക്കില്ല, ആർക്കും ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യില്ല. കാര്യം ഇപ്പം രേണുസുതി ഇങ്ങനെ ഒന്ന് പറഞ്ഞ സമയത്ത് ആരെങ്കിലും ഇവരെ കൊണ്ടൊരു വീട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും 1 വർഷം പോലും ആവാത്തൊരു വീട് ചോർന്നൊലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വർക്ക് എത്രമാത്രം മോശമായിരിക്കും എന്ന് കരുതി ഇവർക്ക് വർക്കുകൾ കിട്ടാതെ പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ആർക്കും ഇങ്ങനെ ഉപകാരം ചെയ്തിട്ടല്ലേ. അവരിതൊന്നും നനങ്ങാതിരുന്നെങ്കിലോ ഇപ്പോഴും ഒരു വാടക വീട്ടിൽ താമസിക്കേണ്ടി വരില്ലേ? വസ്തു മാത്രം കൊണ്ട് വീടാവും. ഇവർക്ക് ആര് വീട് വെച്ച് കൊടുക്കും? ഇത്രയും നല്ല രീതിയിൽ ആര് സെറ്റ് ചെയ്ത് കൊടുക്കും? ഫ്ലവേഴ്സ് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു വീട് ചെയ്ത് കൊടുക്കും. എനിക്കറിയാം, പക്ഷെ അത്രമാത്രം സൂപ്പർ വീടാണ്. നമ്മളൊരു വീട് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ 3/4 ഭാഗവും അധ്വാനം അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടത്. ഒരു വീട് വെക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ രേണുസുതിയെ സംബന്ധിച്ചോളം പറയുന്നു, ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു, ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് പോകാൻ തയ്യാറാണ്, വാടകയ്ക്ക് പോകാൻ അന്നേരം കാണാൻ പറ്റും മാസം അങ്ങോട്ട് വാടക എണ്ണി കൊടുക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, ഒരു മുറിയുള്ളൊരു വീട്, അതായത് ഒരു മുറി ഷീറ്റിട്ട് ഒരു മുറിയുള്ളൊരു വീട് പോലും പണിയണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ഷീറ്റ് ഉപയോഗിച്ച് ഒരു മുറി തന്നെ വേണമെങ്കിൽ നല്ലൊരു പേയ്മെൻറ്റ് വേണം. ഇപ്പോൾ ഇരുമ്പിനായാലും ഷീറ്റിന് അതിന് തന്നെ നല്ല പേയ്മെൻറ്റ് വിലയാണ്. അങ്ങനെ പോലെ ഒരു റൂം മാത്രം കെട്ടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇത്രയും കൊട്ടാരം പോലെ നല്ലൊരു വീട് വെച്ച് കൊടുത്തപ്പോൾ അതിനെ ദൈവമേ എന്ന് വിചാരിച്ച് സ്വീകരിക്കുന്നതിന് പകരം നന്ദികേട് കാണിച്ച് വളരെ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ എന്താ പറയേണ്ടത്? ഇവർ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കിട്ടാതെ പോകുന്നൊരവസ്ഥയാണ് അല്ലേ. ഇവർ ഇങ്ങനെ ചെയ്യാതെ ഇതിന് എത്രമാത്രം അവർക്ക് ഇനിയിപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഇനി ആ വീടിന് എന്തെങ്കിലും ചെയ്യണം അവർ ചെയ്യണം. അല്ലാതെ എല്ലാം ഇങ്ങനെ നാട്ടുകാരെ സുധിച്ചേട്ടൻ്റെ പേരിൽ കൊടുക്കണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? പക്ഷേ ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ഏത് ഗണത്തിൽപ്പെടുമെന്ന് അറിയാൻ വെച്ചാൽ അത്രമാത്രം നമുക്ക് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. കാര്യം ഉപകാരം ചെയ്തവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ആരായാലും അവർ പറയുന്നുണ്ട്, ഒരു മിഠായി തന്നാൽ പോലും എനിക്ക് ഓർമ്മയുണ്ടെന്ന്. മുട്ടായി തന്നാൽ പോലും ഓർമ്മയുണ്ട്, പക്ഷെ ഇതിപ്പം ഓർമ്മയില്ല കേട്ടോ. വീട് അവർ പറയുന്ന എപ്പോഴും പറയുന്നത് അവരുടെ മക്കൾക്ക്, അതായത് സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് കിട്ടിയ വീടാണ്, അതിനകത്ത് അവർക്ക് അവകാശമില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ മക്കളെന്ന് പറയുന്നത് ഒരു മോൻ്റെ കാര്യം പോട്ടെ, 2ാമത്തെ മകൻ അവരുടെ സ്വന്തം മകനല്ലേ. അവർക്ക് അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ആരാ കയറി കിടക്കുന്നത്? ഈ 2 മക്കൾ മാത്രമാണോ? നിങ്ങളെല്ലാവരും ഇല്ലേ? നിങ്ങളുടെ ഫാമിലി ഫുള്ളില്ലേ? നിങ്ങളുടെ ചേച്ചി, ഹസ്ബൻഡ്, മക്കൾ എല്ലാവരും ഇല്ലേ ആ ഒരു ഫാമിലിയിൽ? എന്നിട്ട് എല്ലാവരും കൂടെ കയറി സുഖമായിട്ട് അവിടെ ജീവിച്ചിട്ട്
ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെ തോന്നും? നമുക്ക് ഒരു ചെറിയൊരു സഹായമാണ് ആരെങ്കിലും തന്നെങ്കിൽ അത് മറക്കാൻ പാടില്ല. ദൈവകോപം കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇനി ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുമോ ഈ രീതിയിലൊക്കെയുള്ള മറുപടികൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? അതുപോലെ തന്നെ ഇതേപോലൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ 1-2 പേരായിരിക്കത്തില്ല, അവരെ എല്ലാവരെയും ഒന്നടങ്കമാണ് നിങ്ങൾ ആക്ഷേപിച്ചത് ഇങ്ങനെ പറഞ്ഞതിലൂടെ. അത് അതിൻ്റെതായ രീതിയിൽ പറയണം, എന്താ സംഭവം എന്ന് പറയണം. അല്ലാതെ ചോർന്നൊലിക്കുന്നു എന്ന് പറയാം, 1 വർഷത്തിനുള്ളിൽ അത് ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നിങ്ങളത് മനസ്സിലാക്കുമെന്ന്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഇവരുടെ ലക്ഷ്യം കേട്ടോ. ഇങ്ങനെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയി ബിഗ് ബോസിലെത്തുക. അപ്പോൾ നമ്മൾ എന്തോ ഒരു വീഡിയോയുടെ താഴെ കണ്ടായിരുന്നു, ഇവർ ബിഗ് ബോസിലെത്തട്ടെ, ആദ്യത്തെ ആഴ്ച തന്നെ ഇവരെ പറഞ്ഞു വിടുന്ന കാര്യം ജനങ്ങൾ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.